Hi students, welcome back to our GS class. Today we will discuss about the life cycle of butterfly. Okay. Before that we are going to discuss about the life cycle of cockroach. There are 3 developing stages of cockroach. The baby cockroach that comes out the eggs looks like a parent but does not have wings. Okay, it is called a nymph. The baby cockroach is called a nymph. Can you see this? This is baby cockroach. This is called a nymph. After this, it sheds its skin many times. This shedding of old skin is called molting. അതായത് ഇതിൻ്റെ ഓൾഡ് സ്കിന്ന് ഇത് കളയും. ഓരോ സമയം ഈ ഓൾഡ് സ്കിൻ കളയുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മൗൾട്ടിങ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കംസ് ആൻ അഡൽട്ട് കോക്രോച്ച്. ഗ്രാസ് ഹോപ്പർ, locust and termites also go through these 3 stages. അതായത് ഈ പറഞ്ഞ ഗ്രാസ് ഹോപ്പർ ഇതിനെല്ലാം എന്താണ് ഈ 3 സ്റ്റേജസ് ഉണ്ട്. കോക്രോച്ചിനെ പോലെ തന്നെ 3 സ്റ്റേജസിൽ കൂടിയാണ് പോകുന്നത്. നെക്സ്റ്റ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ. ഓക്കെ, ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ. Butterfly, houseflies and moths go through 4 stages in their life cycle. അതായത് ബട്ടർഫ്ലൈക്ക് 4 സ്റ്റേജസ് ഉണ്ട് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ. The female butterfly lay eggs in clusters on the underside of the leaf. അതായത് ഫീമെയിൽ ബട്ടർഫ്ലൈ എന്താണ് ലീവ്സിൻ്റെ അണ്ടർ സൈഡിൽ എഗ്സ് ഇടും. ഓക്കെ, the female butterfly lay eggs in the underside of a leaf. The eggs hatch into young ones called larvae. ഈ എഗ്ഗ് വിരിഞ്ഞുണ്ടാകുന്ന ചെറിയ ലാർവകൾക്ക് പറയുന്ന പേരാണ് കാറ്റർപില്ലേഴ്സ്. ദ ലാർവേ ഓഫ് ബട്ടർഫ്ലൈ ഈസ് കോൾഡ് കാറ്റർപില്ലർ. ലാർവയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് കാറ്റർപില്ലർ. The caterpillar eats leaves and grow quickly. ഈ കാറ്റർപില്ലർ ഈ ലീവ്സ് നന്നായിട്ട് കഴിച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് വളരും. ഇറ്റ് ഈസ് ദെൻ ഫോംസ് എ ഷെൽ കോൾഡ് കൊക്കൂൺ. അത് കഴിഞ്ഞ് ഇത് കൊക്കൂൺ സ്റ്റേജിലോട്ട് മാറും. അതായത് ഈ കാറ്റർപില്ലർ ലീവ്സ് കഴിച്ച് പെട്ടെന്ന് അങ്ങ് വളർന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് മാറും. നെക്സ്റ്റ് സ്റ്റേജിൽ അത് ഒരു ഷെല്ലുണ്ടാക്കും. അതിനൊരു കവറിങ് പോലെ ഒരു ഷെല്ലുണ്ടാക്കും. ആ ഷെല്ലിന് പറയുന്ന പേരാണ് cocoon. Okay, it then forms a shell called cocoon. Okay, this is cocoon and this stage is called pupa. ഈ സ്റ്റേജിന് പറയുന്ന പേരാണ് pupa. Inside the pupa, the caterpillar changes its shape by molting several times. Finally, the adult butterfly comes out of the pupa. ഈ പ്യൂപ്പയിൽ നിന്ന് ഫൈനലി അഡൽട്ട് ബട്ടർഫ്ലൈ ആയിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പം there are 4 stages in the life cycle of butterfly. First, the female butterfly lay eggs and next stage is caterpillar or larvae. Okay, the caterpillar eats the leaves and grow quickly, then forms a shell-like structure called cocoon. Cocoons around the body. This stage it is called a pupa. And inside the pupa, the caterpillar changes its shape and finally the adult butterfly comes out. അങ്ങനെ ഈ പ്യൂപ്പയിൽ നിന്ന് അഡൽട്ട് ബട്ടർഫ്ലൈ ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫ്രോഗ്സ്. Can you see this? The life cycle of frogs. Okay, a female frog lay hundreds of eggs. Okay, female frogs lay hundreds of eggs at a time in lake or ponds. അതായത് ഫീമെയിൽ ഫ്രോഗ്സ് ആണ് എന്തിടുന്നത്, മുട്ടയിടുന്നത്. they lay hundreds of 100 കണക്കിന് മുട്ടകളിടും. എവിടെയാണ്?
ലേക്സിലും പോൺസിലും ഒക്കെ. വെൻ ദ എഗ്സ് ഹാച്ച് ടൈനി ടാഡ്പോൾസ് കംസ് ഔട്ട്. ഈ എഗ്ഗ് വിരിഞ്ഞുണ്ടാകുന്നതാണ് ടാഡ്പോൾ. ഓക്കെ, ദീസ് ടാഡ്പോൾസ് ഡു നോട്ട് ലുക്ക് ലൈക്ക് ഫ്രോഗ്സ്, ദേ ലുക്ക് ലൈക്ക് ഫിഷ്. ഈ ടാഡ്പോളിനെ കണ്ടാൽ അത് ഫ്രോഗിനെ പോലെയാണോ ഇരിക്കുന്നത്? നോ, ദേ ലുക്ക് ലൈക്ക് ഫിഷ്, ഫിഷിനെ പോലെ ഇരിക്കുന്നത്. ഓക്കെ, ഈ ടാഡ്പോള് കണ്ടാൽ ഫിഷിനെ പോലെ ഇരിക്കുന്നത്. ദീസ് ടാഡ്പോൾസ് സ്വിം ഇൻ വാട്ടർ. ആഫ്റ്റർ ഫ്യൂ വീക്സ് ദ ടാഡ്പോൾസ് സ്റ്റാർട്ട് ടു ഗ്രോ ലെഗ്സ്. അതായത് ഈ ടാഡ്പോൾസ്, ഈ ഫ്രോഗിൻ്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ടാഡ്പോൾസ് പെട്ടെന്ന് തന്നെ വാട്ടറിൽ സ്വിം ചെയ്യും. അങ്ങനെ കുറേ വീക്സ് കഴിയുമ്പോഴത്തേക്കിന് ടാഡ്പോളിന് കാലുകൾ വരാൻ തുടങ്ങും. ദ ടാഡ്പോൾസ് സ്റ്റാർട്ട് ടു ഗ്രോ ലെഗ്സ്. ഓക്കെ, കാലുകൾ വളരാൻ തുടങ്ങും ടാഡ്പോൾസിന്. Their tails become shorter and finally disappear. അതായത് ഈ ടാഡ്പോളിന് കണ്ടോ, ദർ ഇസ് എ ലോങ് ടെയിൽ. ഈ ടെയിൽ ഷോർട്ടറായിട്ട് അങ്ങ് മാറും. ഷോർട്ടറായി ഫൈനലി അതങ്ങ് ഡിസപ്പിയർ ആയിട്ട് മാറും. ഓക്കെ, ആഫ്റ്റർ സം ടൈം ദ ടാഡ്പോൾ ചേഞ്ചസ് ഇൻ ടു ഫ്രോഗ്. അതായത് ടാഡ്പോൾ, സോ ലുക്ക് അറ്റ് ദ പിക്ചർ, ടാഡ്പോൾ, യങ് ടാഡ്പോൾ ആൻഡ് ഓൾഡർ ടാഡ്പോൾ. ആൻഡ് this marked changes in the appearance while tadpole changes into frog is called metamorphosis. ഈ ചേഞ്ചിന് പറയുന്ന പേരാണ് മെറ്റമോർഫോസിസ്. നമുക്കറിയാം ടാഡ്പോളിൻ്റെ ആ ടെയില് ഷോർട്ടർ ആൻഡ് ഫൈനലി ഡിസപ്പിയർ to form an adult frog. This changes is called metamorphosis. Okay, tadpole changes into frog, it is called metamorphosis. Okay, and next is fish. Fish lay eggs in water. They lay thousands of eggs at a time. Baby fish hatch out of the eggs. അതായത് ഫിഷ് ഒരു സമയം തന്നെ thousands of eggs hatch ചെയ്യും. ഓക്കെ, they lay thousands of eggs at a time. Next is crocodile. Crocodile dig not so deep pits in sandy river banks to lay eggs. അതായത് ക്രോക്കഡൈൽസ് കണ്ടോ, ക്രോക്കഡൈൽസ് റിവറിൻ്റെ ഒക്കെ സൈഡിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ദേ ലേ എഗ്സ്. ആഫ്റ്റർ ലേയിങ് എഗ്സ് ദ മദർ കവർ ദ എഗ്സ് വിത്ത് സാൻഡ് ആൻഡ് ഗാർഡ്സ് ദം. അതായത് കണ്ടോ, മദർ ക്രോക്കഡൈൽ ദേ ലേ എഗ്സ് ആൻഡ് കവേർഡ് വിത്ത് സാൻഡ്. മുട്ടയിട്ട് കഴിയുമ്പോഴത്തേന് അവിടെ എന്ത് ചെയ്യും, അത് നന്നായിട്ട് മണ്ണിട്ടങ്ങ് മൂടും. When the babies hatch from the eggs, the mother crocodile keep them special pouch at the bottom of her mouth and carries them to the water. അതായത് ഈ മുട്ട വിരിഞ്ഞ് കഴിയുമ്പോഴത്തേന് മദർ ക്രോക്കോഡൈല് ഈ ബേബീസിനെ എന്ത് ചെയ്യും, അതിൻ്റെ വായ്ക്കകത്ത് ഒരു പൗച്ച് പോലത്തെ ഒരു ഫീച്ചറുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്. അതിനകത്ത് ഈ മൗത്തിനകത്ത് ഉള്ള സ്പെഷ്യൽ പൗച്ചിൽ കീപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ക്യാരീസ് ദം ടു ദ വാട്ടർ. അങ്ങനെയാണ് അതിനെ വാട്ടറിലൂടെ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ടർട്ടിൽസ് ആൻഡ് ടോർട്ടോയ്സ്. Turtles and tortoise dig holes in the sand and their eggs in them. Turtles and tortoise dig holes in the sand and lay their eggs. Okay, can you see this? Turtles and tortoise dig holes in the sand and lay their eggs. They cover them and leave them alone to hatch. The eggs get the warmth of the sun and hatch. The young ones of the turtles find their way out and crawl to the nearest water body. അതായത് ഇത് മുട്ടയിട്ട് കഴിയുമ്പോഴത്തേന് ഈ എഗ്സിന് എന്താണ്, സൂര്യൻ്റെ നല്ല ചൂട് കിട്ടുമ്പോഴത്തേന് ഈ എഗ്സ് അങ്ങ് വിരിയും. The young ones of the turtles find their way out and crawl to the nearest water body. അങ്ങനെ അത് അതിൻ്റെ അടുത്തുള്ള വാട്ടർ ബോഡിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. ഓക്കെ, so your 7th chapter is over.
You study well and we will meet in the next class. Thank you.